മറ്റു വാർത്തയിലേക്ക്. ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്ന ഹിന്ദുവിരുദ്ധ സമ്മേളനത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. ഹൈന്ദവ വിരുദ്ധ നിലപാടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ ഭക്തസംഗമത്തിന്റെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചതിന് പിന്നിൽ ഹൈന്ദവ വിശ്വാസങ്ങളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയെന്ന ആക്ഷേപം. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ച് പണം സമാഹരിക്കാനാണ് സർക്കാർ നീക്കമെന്നും വിമർശനമുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഏറെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാർ പണസമാഹരണത്തിനുള്ള ഒരു മാർഗമായാണ് അയ്യപ്പ ഭക്ത സംഗമത്തെ കാണുന്നതെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയരുന്നുണ്ട്. അതുപോലെ എം.കെ. സ്റ്റാലിനെ വിളിച്ചത് ഹിന്ദു വിരുദ്ധതയുടെ ഭാഗമായിട്ടാണ് എന്നും ആക്ഷേപം ഉയർന്നിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പമ്പയിൽ സർക്കാർ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം ഹിന്ദു വിരുദ്ധ സംഗമമായി മാറുന്നു എന്നതിന്റെ ഉദാഹരണമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ മുഖ്യാതിഥിയായി സർക്കാർ ക്ഷണിച്ചു എന്നുള്ളത്. നിരന്തരമായി ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന DMK-യും അതിന്റെ നേതാവുമായ എം.കെ. സ്റ്റാലിൻ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് എത്തുമ്പോൾ അത് ഹൈന്ദവ വിരുദ്ധതയുടെ അടയാളമായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഹൈന്ദവ വിരുദ്ധ നിലപാടുകളാണ് DMK-യും DMK-യുടെ നേതാക്കളുമെല്ലാം നിരന്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. എം.കെ. സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സനാതന മൂല്യങ്ങളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം എന്നുള്ള വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയതൊക്കെ അടുത്ത കാലത്താണ്. അത് സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ ഉയരുകയും പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി ഹൈന്ദവ വിശ്വാസികളിൽ നിന്ന് ഉയരുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെയുള്ള നേതാവിനെ ഈ ഹൈന്ദവ വിശ്വാസികളുടെ ഒരു സംഗമത്തിലേക്ക് പരിപാടിയിലേക്ക് സർക്കാർ ക്ഷണിക്കുന്നത് ഹിന്ദുമത വിശ്വാസികളെ അവഹേളിക്കുന്നതിന്, അയ്യപ്പ ഭക്തരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള വിമർശനമാണ് വ്യാപകമായി ഉയർന്നു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടനകൾ നിരവധിയായുള്ള ആക്ഷേപങ്ങൾ തുടക്കം മുതലേ ഉന്നയിക്കുന്നതാണ്. പ്രധാനമായും ഹൈന്ദവ സംഘടനകളോടൊന്നും തന്നെ കൂടിയാലോചനകൾ നടത്താതെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്താൻ സർക്കാർ പോകുന്നത് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ തുടക്കം മുതലേ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ നിരവധിയായ ആരോപണങ്ങൾ സർക്കാരിന്റെ ഈ പരിപാടിക്ക് എതിരെ ഹൈന്ദവ സംഘടനകൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഒന്ന്, വിദേശ ഫണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന ഗൂഢനീക്കമാണ്, ഗിമ്മിക്കാണ് ഈ പരിപാടി എന്നുള്ളതാണ്. വിദേശത്തു നിന്നുള്ള അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ചുകൊണ്ട് മലേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ ആ ഭാഗങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ട് ഫണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയെയും ശബരിമലയെയും ഒരു വിപണന കേന്ദ്രമാക്കി മാറ്റി വിദേശ നാണയം തട്ടിയെടുക്കുന്നതിനുള്ള സർക്കാരിന്റെ ഗൂഢനീക്കമാണ് ഈ പരിപാടിക്ക് പിന്നിൽ ഉള്ളത് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം തന്നെ മറ്റൊരു ആരോപണം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ ഹൈന്ദവ വോട്ടുകളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഒരു ഗിമ്മിക്കാണ്, തട്ടിപ്പാണ് ഈ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണമാണ്. ഒപ്പം കേരളത്തിലുടനീളം ഹൈന്ദവ സംഘടനകൾ, അയ്യപ്പ ഭക്ത സംഘടനകൾ നേരത്തെ അയ്യപ്പ ഭക്ത സംഗമങ്ങൾ വിളിച്ചു ചേർത്തതാണ്. അയ്യപ്പ ഭക്തരുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് അവരുടെ പ്രതിസന്ധികൾ നേരിടുന്ന അവരെ സഹായിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള വിവിധ പരിപാടികൾ കേരളത്തിലുടനീളം ഹൈന്ദവ സംഘടനകൾ നടത്തി. അന്നൊക്കെ സർക്കാരിനോട് സഹകരണം ചോദിച്ചപ്പോൾ സർക്കാർ അതിനെല്ലാം പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. യാതൊരുവിധ സഹകരണവും അങ്ങനെ ഹൈന്ദവ സംഘടനകൾ നടത്തിയ യാതൊരു പരിപാടിക്കും സംഗമത്തിനും ഉണ്ടായിട്ടില്ല എന്നിരിക്കെ ഇപ്പോൾ സർക്കാർ നടത്താൻ പോകുന്ന ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിൽ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. അത് വെറും പ്രഹസനം മാത്രമാണ് എന്നുള്ളതാണ് ഹിന്ദു സംഘടനകൾ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തർക്ക് കൂട്ടിരുന്നുകൊണ്ട് അന്നദാനവും കുടിവെള്ള വിതരണവും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ ശബരിമലയിൽ കാലങ്ങളായി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇടതു സർക്കാർ ഭരണത്തിലേറിയതിനു ശേഷം ഇങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകളെ ശബരിമലയിൽ നിന്നും തുടച്ചു നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടക്കം മുതലേ തന്നെ ഉണ്ടായി. പല സംഘടനകളെയും അവിടെ നിന്ന് ഒഴിവാക്കി. ഒപ്പം ഈ അന്നദാനവും കുടിവെള്ള വിതരണവും ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുകയും ചെയ്തു. അങ്ങനെ അയ്യപ്പ ഭക്ത സംഘടനകളെ പൂർണ്ണമായും ശബരിമലയിൽ നിന്നും ശബരിമലയും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും തുടച്ചു നീക്കിക്കൊണ്ട് നേരിട്ട് ദേവസ്വം ബോർഡ് നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായി ഉയർന്നു വരുന്ന മറ്റൊരു വിമർശനം. ലോക കേരള സമ്മേളനം അടക്കം, മലയാളി സംഗമം അടക്കം നടത്തിയതുപോലെ സമാനമായി തന്നെ ഫണ്ട് തട്ടിപ്പ് നടത്തുക, അയ്യപ്പസ്വാമിയെയും ശബരിമലയെയും ഒരു വിപണന മൂല്യ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് അത് മുൻനിർത്തിക്കൊണ്ട് ഫണ്ട് തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട ആരോപണമായി നിലനിൽക്കുന്നു. ബിന്ദു ആമണി അടക്കമുള്ള നേരത്തെ ശബരിമല യുവതി പ്രക്ഷോഭകാലത്ത് വിശ്വാസികളുടെ വികാരങ്ങൾക്കുമേൽ വ്രണപ്പെടുത്തിയ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വിശ്വാസികളെ, ഹൈന്ദവ വിശ്വാസികളെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെയാണോ സർക്കാർ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നത്. 3000-ഓളം ആളുകളെ, ലോകമെമ്പാടുമുള്ള 3000-ഓളം ആളുകളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, ഏതൊക്കെ പ്രതിനിധികളാണ് ഉണ്ടാകുന്നത്, ഏതൊക്കെ സംഘടനകളിൽ നിന്നുള്ള ആളുകളാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത വരുത്താൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.